everyone. Columbia Lab Private Limited EV Charging Station and Solarന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EV ചാർജിംഗ് സ്റ്റേഷൻ സോളാർ രംഗത്തേക്ക് കൊളംബിയ ലാബിന്റെ ജൈത്രയാത്ര ആരംഭിച്ച മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പത്തനംതിട്ട റാന്നിയിലുള്ള ഫിൽസ് ഹബിൽ. ഈ മണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫുള്ളി സോളാർ പവേർഡ് ആയിട്ടുള്ള EV ചാർജിംഗ് സ്റ്റേഷൻ പ്രൈവറ്റ് രംഗത്തുള്ളത് ഇവിടെയാണ്, ഫിൽസ് ഹബിൽ. ഫിൽസ് ഹബിൽ നമ്മൾ വെച്ചിട്ടുള്ളത് എക്സികോമിൻ്റെ 60 kW DC ഫാസ്റ്റ് ചാർജറാണ്, ഡ്യുവൽ ഗൺ ഉള്ളത്. ഒപ്പം തന്നെ ABBയുടെ 24 kW ഫാസ്റ്റ് ചാർജർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എക്സികോമിൻ്റെ തന്നെ 9.9 kW AC ചാർജർ ഉണ്ട്. ഒപ്പം ഇതിനെല്ലാം ഒരു കവറിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഹാവൽസിൻ്റെ 50 kW സിസ്റ്റമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഒരു 50 kW എന്ന് പറയുമ്പോൾ 140ഓളം വരുന്ന പാനൽസ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രത്യേകതകളുള്ള കൊളംബിയ ലാബിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയ ഈ മണ്ണിൽ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലേസ് കറക്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ പുനലൂർ റോഡിൽ, ഈ ഒരു റോഡിൽ മൂഴിയാർ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ ഫിൽസ് ഹബ് സ്ഥിതി ചെയ്യുന്നത്. 2022 മാർച്ചിലാണ് നമ്മളിതിവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയത്. ഏകദേശം 3 വർഷം ആവാറായിട്ടുണ്ട്. കൃത്യമായിട്ട് മെയിൻ റോഡിൽ തന്നെ ആയതുകൊണ്ട് അവിടെ ബോർഡും എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമല്ല. പിന്നെ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഈ ഒരു ജൈത്രയാത്ര തുടങ്ങിയപ്പോൾ നമ്മുടെ കൊളംബിയ ലാബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ ആത്മവിശ്വാസം കിട്ടിയ ഒരു പ്രോജക്റ്റ് കൂടിയാണ് അല്ലേ? എപ്പോഴും ആദ്യത്തെ ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസം കിട്ടുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് പിന്നെ ഓരോ പ്രോജക്റ്റിലേക്കും നമ്മൾ കാലെടുത്ത് വെച്ചത്. അതെല്ലാം വളരെയധികം സക്സസ്ഫുള്ളായി കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ തരാൻ പാകത്തിൽ നമുക്ക് ഇതുവരെയും നമ്മുടെ യാത്ര തുടരാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്റ്റേഷനിലെ അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ ബോബി ഫിലിപ്പും അദ്ദേഹത്തിൻ്റെ വൈഫ് വിൻസി, ഇവർ രണ്ടുപേരുടെയും ഇത്രയും ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്, ഇതിൻ്റെ സർവീസ് എങ്ങനെയുണ്ട്, ഒപ്പം തന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എന്നുള്ള കാര്യവും ഒക്കെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞുകൊണ്ടേ പോകാം. ഹലോ, ഞാൻ ബോബി ഫിലിപ്പ്, ഫിൽസ് ഹബിൻ്റെ ഓണർ. നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷൻ കോവിഡിൻ്റെ മിഡായിട്ടുള്ള ടൈമിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്, വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 2022 മാർച്ചിൽ ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യയിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് സോളാർ പവേർഡ് ചാർജിങ് സ്റ്റേഷൻ നമുക്കിത് അന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിനുള്ള പ്രചോദനവും ഐഡിയ എന്നൊക്കെ പറയുന്നത്, ഞാൻ പുറത്താണ് ജോലി ചെയ്യുന്നത്, സൗദി അറേബ്യയിലാണ്, റാംകോയിലായിരുന്നു. അപ്പം ഫോസിൽ ഫ്യൂവലിൽ നിന്ന് പതുക്കെ നമ്മൾ മറ്റ് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി രാജ്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് നമ്മളും ഇങ്ങനെ തിങ്ക് ചെയ്തത്. അത് EVയിലേക്ക് ഇപ്പോൾ ചൈന ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ടെസ്ല വന്നു, ചൈനയിൽ BYD, നിയോ, അങ്ങനെ പല കമ്പനികളും ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇത് എനിക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റി. ചാർജിങ് സ്റ്റേഷൻ എങ്ങനെയാണ് സോളാർ പവേർഡും അതുപോലെ നമ്മുടെ ഇന്ത്യയിലില്ലല്ലോ, ഒന്ന് സ്റ്റഡി ചെയ്യാനും അനലൈസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് മറ്റ് പുറത്തും രാജ്യങ്ങളിലെ ഇത് കാണാൻ പറ്റി. തന്നെയല്ല, ഈ കാർബൺ എമിഷൻ്റെ ഭാഗമായിട്ട് ഇതിനുള്ള ഗവൺമെൻറ്റിൻ്റെ പല പ്രൊമോഷൻസും അന്ന് അവൈലബിൾ ആയിരുന്നു. അതിനായിട്ടായിരുന്നു നമുക്ക് ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തത്. അതിനായിട്ടിൻ്റെ സബ്സിഡി നമുക്ക് കിട്ടി. 50 kW സോളാർ വിത്ത് ചാർജിങ് മെഷീൻസാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് സോളാറിനും കിട്ടി,
അതുപോലെ മെഷീൻസിനും കിട്ടി. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്തത് നമുക്ക് അനാട്ടിൻ്റെ എംപാനൽ ലിസ്റ്റിലുള്ള കൊളംബിയ ലാബാണ് നമുക്ക് ഇതിനുള്ള എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയത്, ഇതിന് കോൺട്രാക്ട് അവാർഡ് ചെയ്യാനെ കൊണ്ട്. ബിക്കോസ് ഐ സീ ദ മോർ പ്രൊഫഷണൽ. അവരുടെ അപ്രോച്ചും അവരുടെ എക്സ്പീരിയൻസും എനിക്ക് ബെറ്ററായിട്ട് തോന്നി കമ്പയർഡ് ടു അതേഴ്സ്. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. വിത്തിൻ 6 month ടൈം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 6 month, അതായത് ഒരു ഒക്ടോബർ 2021 തുടങ്ങിയ പ്രോജക്റ്റ് 2022 മാർച്ചിലേക്ക് നമുക്ക് കംപ്ലീഷൻ ചെയ്ത് എക്സിക്യൂഷൻ ആക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ 3 വർഷമാകുന്നു. സോ ഫാർ തിങ്സ് ആർ വർക്കിംഗ് വെൽ. സോളാർ സിസ്റ്റം ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും വളരെ നല്ല മെഷീൻസും സോളാർ പാനലും ഇൻവേർട്ടറും നമുക്ക് കൊളംബിയ ലാബ് ത്രൂ സെലക്ട് ചെയ്യാൻ പറ്റി. അതിനുള്ള സബ്സിഡി നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ 3 വർഷമായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കസ്റ്റമേഴ്സിനാണെങ്കിലും ചാർജ് ചെയ്യാൻ വരുന്നവരാണെങ്കിലും നമ്മുടെ ഫെസിലിറ്റിയിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം വളരെ കംഫർട്ടബിളായിട്ട് EV കസ്റ്റമേഴ്സിന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പലർക്കും ഇതിൻ്റെ ടെക്നിക്കൽ നോളജൊന്നും അത്ര അറിയാവുന്നതായിരുന്നില്ല. അതിന് അനാട്ട് അതുപോലെ കൊളംബിയ ലാബും നല്ലപോലെ കോപ്പറേറ്റ് ചെയ്തു. പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ നമ്മുടെ കേരളത്തിലും ഇതുപോലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ഇതായിരുന്നു. പ്രത്യേകിച്ച് KSCBയുടെ സപ്പോർട്ട് വേണം, പഞ്ചായത്ത്, അതുപോലെ നമ്മുടെ ഓൺ ഫാമിലിയിലെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുമ്പം ഡിസ്കറേജ് ചെയ്യുന്നവരുണ്ട്, എൻകറേജ് ചെയ്യുന്നവരുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഫേമായിട്ട് ഇതൊരു ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിങ് ഡേയ്സ് വിൽ ബി ഫോർ EVs. EVക്ക് വേണ്ടി നമ്മൾ, അതുപോലെ നമ്മുടെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇതിലേക്ക് IC എഞ്ചിനിൽ നിന്നും ആൾക്കാർ ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ചൈന 60 to 80% ലൈറ്റ് വെഹിക്കിൾസ് എല്ലാം EV ആയിക്കഴിഞ്ഞു. അതുപോലെ ഇന്ത്യയിലും ഫാസ്റ്റായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നുണ്ട്. അപ്പം ചാർജിങ് സ്റ്റേഷൻ നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഞാനത് തുടങ്ങി ഇതേ രീതിയിൽ തന്നെ മറ്റ് സ്റ്റേഷനും ആൾക്കാരും തുടങ്ങണം. ബിക്കോസ് ഇവിടെ നമ്മൾ സോളാറിൽ നിന്നാണ് നമ്മൾ പവർ ഇതിൻ്റെ ഓൾമോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കുറേ സെയിൽ ചെയ്തിട്ട് അത് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും, കാർബൺ എമിഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാതെ തുടങ്ങുന്ന സ്റ്റേഷൻസിൻ്റെ കാരോട് എനിക്ക് പറയാനുള്ളത്, വിത്ത് സോളാറാണ്, ഇച്ചിരി ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും നമുക്ക് എൻവയോൺമെൻറ്റിനും അവർക്ക് ഭാവിയിൽ സേവിങ്ങിനും സോളാറാണ് ബെറ്റർ. സോളാർ പവേർഡ് ചാർജിങ് സ്റ്റേഷനാണ് എപ്പോഴും എഫക്റ്റീവ് ആകുന്നത്, ഇച്ചിരൂടെ കോസ്റ്റിലും പ്രോഫിറ്റബിലിറ്റിയിലും ഒക്കെ. നമ്മൾ ഈ സ്റ്റേഷൻ തുടങ്ങിയേക്കുന്നത് പുല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. നമുക്കിവിടെ അറ്റ് എ ടൈം 60 കിലോവാട്ടിൻ്റെ മെഷീനുണ്ട്, 2 വെഹിക്കിൾ അവിടെ ചാർജ് ചെയ്യാം. അതുപോലെ നമുക്ക് 24 കിലോവാട്ടിൻ്റെ സിയോൺ എന്ന് പറഞ്ഞ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീനുണ്ട്. അതുപോലെ നമുക്ക് ഇനഫ് സ്പേസസ് ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനും. മേളിൽ നമുക്ക് ഷെയ്ഡുണ്ട്, മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും നിന്ന് വണ്ടി ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ നമുക്ക് കസ്റ്റമേഴ്സിന് ഇരുന്ന് റിലാക്സ് ചെയ്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാനുള്ള സിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പുറത്ത് ഡൈനിങ് സ്പേസ് ഉണ്ട്. അതുപോലെ AC ലോഞ്ച് ഉണ്ട്. അകത്ത് കോഫി, അതുപോലെ വെൻഡിങ് മെഷീൻ അവൈലബിൾ ആണ്. ജ്യൂസ്, സ്വീറ്റ്സ്, സ്നാക്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവർ ജസ്റ്റ് ഒരു 1 hour 40 minutes അല്ലെ half an hour to 1 hour ചാർജ് ചെയ്യുന്ന സമയത്ത് റിലാക്സ് ചെയ്ത് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് ഫങ്ഷൻ ആയിക്കൊണ്ട് പോകുന്നു. നമുക്കിവിടെ 3 വർഷമായി ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ട്. ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ കൂടുതൽ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ, അവർ
എല്ലാ മന്ത് ആദ്യത്തെ 5 days നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പം സീസൺ ആയി കഴിഞ്ഞപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നു. അവർക്ക് സ്വല്പ സമയം വിശ്രമിക്കാനും അവർക്ക് വണ്ടി ചാർജ് ചെയ്ത് പോകാനുള്ള ഒരു അവസരം നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷനിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചാർജ് ചെയ്യാൻ ഇവിടെ ആൾക്കാർ കസ്റ്റമേഴ്സൊക്കെ വരുന്നുടനെ ചിലപ്പോൾ അവർക്ക് ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അന്നേരം നമ്മൾ അവരെ ഫോൺ ത്രൂ വിളിച്ച് അവരെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് ചാർജിങ് നല്ലതായിട്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രകാശ്, അരോമ ഫൈനാൻസ് സീഡ്സിൻ്റെ ഓണറാണ്. കേരളം മുഴുവൻ ഓടി നടക്കാറുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് 2 EV ഉണ്ട്. എൻ്റെ EV ചാർജ് ചെയ്യാൻ പല സ്ഥലങ്ങളിലും പാടുപെട്ടിട്ടുണ്ട്. ആദ്യമത്തെ പാഠം എന്ന് പറയുന്നത് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കീറാമുട്ടിയായിരുന്നു. എന്നാൽ ആ കീറാമുട്ടിയെല്ലാം മാറ്റി സെക്കൻഡുകൾക്കകം ഇൻസ്റ്റാൾ ചെയ്ത് തന്ന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ നമുക്കിരുന്ന് വിശ്രമിക്കാനും പ്രാഥമിക കർമ്മങ്ങളൊക്കെ നടത്താനും ലഘുഭക്ഷണം കഴിക്കാനും വിശാലമായ ഒരു EV ചാർജിങ് സ്റ്റേഷനാണ്. മിക്കവാറും മറ്റെല്ലാ ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് മണിക്കൂറുകളോളം ചാർജ് ഒന്ന് ഷൂട്ടാക്കി എടുക്കാൻ മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല. അതിന് മുമ്പ് തന്നെ ആരെങ്കിലും കൂടി വന്ന് അത് ക്രമപ്പെടുത്തി പെട്ടെന്ന് ചാർജ് ചെയ്ത് നമുക്ക് സ്ഥലം കാലിയാക്കുകയും ചെയ്യാം. റാന്നി ഫിൽസ് ഹബിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ചാർജിങ് സ്റ്റേഷൻ, അതും ഒരു ലീഡർ ആവുക എന്ന് പറയുന്നത് ആദ്യം ഒരു ആൾ തുടക്കം ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് ആ ഒരു വഴി ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് മിസ്റ്റർ ബോബി ഫിലിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഫിൽസ് ഹബിലെ വിശേഷങ്ങൾ, വീഡിയോസ് അല്ലെങ്കിൽ കാഴ്ചകളെല്ലാം നിങ്ങളിന്ന് കണ്ടു. അത്രയധികം വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാർക്കിംഗ് ഷെഡിൻ്റെ മേലെയാണ് സോളാർ പാനലെല്ലാം ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ വണ്ടികൾക്ക് വെയിലൊന്നും കൊള്ളാതെ കൃത്യമായിട്ട് ചാർജ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അതിഥി ദേവോ ഭവ, അതിഥികളെ കൃത്യമായിട്ട് ദൈവങ്ങളെ പോലെ അല്ലെങ്കിൽ വളരെ മര്യാദയോടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് നേരം AC ഫെസിലിറ്റീസ് എല്ലാവരും ഉണ്ട്. ഒപ്പം തന്നെ മുകളിൽ ഒരു പുതിയൊരു സെറ്റപ്പും കൂടി ഒരുക്കിയിട്ടുണ്ട്. അതായത് ഒരു പെർ ഡേ 750 rupeesന് വേണ്ടിയിട്ട് ദൂരയാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദിവസം താമസിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ബെഡ് കാര്യങ്ങൾ, AC, എല്ലാ ചെറിയൊരു കിച്ചൺ എല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട്. വെൻഡിങ് മെഷീനുണ്ട്. എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടാണ് ഇവർ ചാർജിങ് സ്റ്റേഷനിലേക്ക് ഓരോ കസ്റ്റമേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫേമിൻ്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആവാൻ സാധിച്ചതിൽ കൊളംബിയ ലാബിന് ഇന്നും സന്തോഷമുണ്ട്. ഈ സന്തോഷം നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കും സാധിക്കാവുന്നതാണ്. ഇത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഒരു ബിസിനസ് വെഞ്ചറിന് പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. വിശ്വസ്തമായിട്ടുള്ള സർവീസുമായിട്ട് നമ്മളെപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും.